2025-26 അധ്യയന വർഷ റിപ്പോർട്ട്. പ്രവേശനോത്സവം. 2025-26 അധ്യയന വർഷത്തെ പ്രവേശനോത്സവം 2/6/2025 തിങ്കളാഴ്ച സമുചിതമായി ആഘോഷിച്ചു. LP, UP ഹെഡ്മിസ്ട്രസുമാരായ ശ്രീമതി ലൂസി തോമസ്, ശ്രീമതി റാണി തോമസ് എന്നിവർ നവാഗതരായ കുട്ടികളെ സ്കൂളിലേക്ക് സ്വാഗതം ചെയ്തു. തുടർന്ന് നടന്ന സമ്മേളനത്തിൽ കട്ടപ്പന മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ബീന ടോമി അധ്യക്ഷപദം അലങ്കരിക്കുകയും സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ ഇമ്മാനുവൽ മടുക്കക്കുഴി ഉദ്ഘാടനം നിർവഹിക്കുകയും ചെയ്തു. കുട്ടികൾക്ക് അലങ്കരിച്ച തിരികളും വെൽക്കം ബാഡ്ജും കിരീടവും മധുര പലഹാരങ്ങളും നൽകി ടീച്ചേഴ്സ് സ്വാഗതം ചെയ്തു. കുട്ടികളുടെ കലാപരിപാടികൾ നടത്തപ്പെടുകയും പായസം വിതരണം ചെയ്യുകയും ചെയ്തു. അധ്യാപക രക്ഷകർതൃ സമിതി 2025-26 അധ്യയന വർഷത്തെ PTA പൊതുയോഗം 16/7/2025 നടത്തപ്പെട്ടു. സ്കൂൾ മാനേജർ റെവറൻഡ് ഫാദർ ഇമ്മാനുവൽ മടുക്കക്കുഴി ഉദ്ഘാടനം ചെയ്ത യോഗത്തിൽ വെച്ച് PTA കമ്മിറ്റി അംഗങ്ങളെ തെരഞ്ഞെടുത്തു. UP വിഭാഗം PTA പ്രസിഡന്റായി ശ്രീ ഉല്ലാസ് വളവനാട്ട്, മദർ PTA പ്രസിഡന്റായി ശ്രീമതി നിഷ സജീവ്, LP വിഭാഗം PTA പ്രസിഡന്റായി ശ്രീ ബാബു മാത്യു, മദർ PTA പ്രസിഡന്റായി ശ്രീമതി ആമിന ബീവി എന്നിവർ തെരഞ്ഞെടുക്കപ്പെട്ടു. സുവർണ ജൂബിലി വർഷം. സ്കൂളിന്റെ 50ാം വാർഷികമായ സുവർണ ജൂബിലി 2025 മാർച്ച് മാസത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. ജൂബിലി സ്മരണികയായി കുട്ടികൾ തയ്യാറാക്കിയ കയ്യെഴുത്തു മാസിക ബഹുമാനപ്പെട്ട മാനേജർ റെവറൻഡ് ഫാദർ ഇമ്മാനുവൽ മടുക്കക്കുഴി LP ഹെഡ്മിസ്ട്രസ് ലൂസി ടീച്ചറിന് നൽകി പ്രകാശനം ചെയ്തു. ആഘോഷങ്ങളുടെ ഭാഗമായി 2026 ജനുവരി 7-ാം തീയതി കൃതജ്ഞതാബലി അർപ്പിക്കുകയും പൊതുസമ്മേളനം നടത്തുകയും കുട്ടികൾക്ക് പ്രത്യേക ഭക്ഷണമായി ബിരിയാണി തയ്യാറാക്കി നൽകുകയും ചെയ്തു. ദിനാചരണങ്ങളെല്ലാം അതിൻ്റെതായ പ്രാധാന്യത്തോടെ ആചരിച്ചു വരുന്നു. പരിസ്ഥിതി ദിനം. 2025 ജൂൺ 5-ാം തീയതി പരിസ്ഥിതി ദിനം സമുചിതമായി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി അധ്യാപകരുടെ നേതൃത്വത്തിൽ കുട്ടികൾ സ്കൂൾ പരിസരം വൃത്തിയാക്കി. പരിസ്ഥിതി സംരക്ഷണത്തിന്റെയും സ്നേഹത്തിന്റെയും ആവശ്യകതയെക്കുറിച്ച് ബോധവത്കരണ ക്ലാസുകൾ നടത്തി. അമ്മയ്ക്കൊരു തൈ എന്ന പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ വിതരണം ചെയ്യുകയും സ്കൂൾ കോമ്പൗണ്ടിൽ വൃക്ഷത്തൈ നടുകയും ചെയ്തു. ലഹരി വിരുദ്ധ ദിനം. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗം എന്ന ഭീകരതയുടെ പശ്ചാത്തലത്തിൽ ലഹരി വിരുദ്ധ ദിനാചരണം 26/6/2025 വ്യാഴാഴ്ച നടത്തി. ലഹരിക്കെതിരായി നിലകൊള്ളാനും അവയുടെ ഉപയോഗം വഴിയുണ്ടാകുന്ന ദൂഷ്യവശങ്ങൾ മനസ്സിലാക്കാനും ഉതകുന്ന വീഡിയോ ബോധവത്കരണങ്ങൾ നടത്തി. കുട്ടികൾ ലഹരി വിരുദ്ധ പ്രതിജ്ഞ അസംബ്ലിയോടനുബന്ധിച്ച് ഏറ്റെടുത്തു. കൊച്ചുതോവാള കവല ചുറ്റി ലഹരി വിരുദ്ധ റാലി പ്ലക്കാർഡുകൾ ഉയർത്തിയും മുദ്രാവാക്യങ്ങൾ ഏറ്റുവിളിച്ചും നടത്തപ്പെട്ടു. ലഹരി വിരുദ്ധ സന്ദേശം ഉൾക്കൊള്ളിച്ച് കുട്ടികൾക്ക് മാനസികോല്ലാസം ലഭിക്കുന്ന വിധത്തിൽ സൂംബ നൃത്ത പരിശീലനം നടത്തുകയും ചെയ്തു. ഹിരോഷിമ ദിനം. ഓഗസ്റ്റ് മാസം 6-ാം തീയതി ഹിരോഷിമ ദിനാചരണം നടത്തപ്പെട്ടു. സ്കൂൾ അസംബ്ലിയോടനുബന്ധിച്ച് ഹിരോഷിമ ദിനാചരണത്തിന്റെ സന്ദേശം കുട്ടികൾക്ക് നൽകി. പ്രശ്നോത്തരികൾ സംഘടിപ്പിക്കുകയും ആണവായുധങ്ങളെപ്പറ്റിയും ദൂഷ്യവശങ്ങളെപ്പറ്റിയും സോഷ്യൽ സയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ക്ലാസുകളും ചർച്ചകളും നടത്തുകയും ചെയ്തു. ശിശുദിനാചരണം. 14/11/2025 വെള്ളിയാഴ്ച ശിശുദിനം സമുചിതമായി ആഘോഷിച്ചു. ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയും കുട്ടികളുടെ ചങ്ങാതിയുമായിരുന്ന ചാച്ചാജിയുടെ ജന്മദിനാഘോഷ അനുസ്മരണ യോഗത്തിൽ LP സ്കൂൾ HM ശ്രീമതി ലൂസി ടീച്ചർ കുട്ടികൾക്ക് ആശംസ നേർന്ന് സംസാരിച്ചു. കുട്ടികൾ പലവിധ വേഷവിധാനങ്ങളോടെ കൊച്ചുതോവാള ജംഗ്ഷനിലേക്ക് ശിശുദിന റാലി നടത്തി. ഇതിനോടനുബന്ധിച്ച്
കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടത്തപ്പെടുകയും കളർ ഇന്ത്യ മത്സരത്തിലെയും കലാമത്സരത്തിലെയും വിജയികൾക്ക് സമ്മാന വിതരണം നടത്തുകയും ചെയ്തു. അധ്യാപക ദിനം. അധ്യാപക ദിനമായ 5/9/2025 വെള്ളിയാഴ്ച ഓണാവധി ആയിരുന്നതിനാൽ 8/9/2025 തിങ്കളാഴ്ച ആഘോഷം നടത്തപ്പെട്ടു. അന്നേ ദിവസം കുട്ടികൾ തിരികൾ തെളിയിച്ച് പ്രാർത്ഥനയോടെ അധ്യാപകരുടെ അനുഗ്രഹം തേടി. എല്ലാവരും ആശംസകൾ നേരുകയും അധ്യാപകർക്ക് പൂക്കൾ സമ്മാനിക്കുകയും ചെയ്തു. ഓണാഘോഷം. കേരളത്തിന്റെ ദേശീയോത്സവമായ ഓണം 27/8/2025 ബുധനാഴ്ച സ്കൂളിൽ ആഘോഷിച്ചു. സ്കൂൾ മാനേജർ റവറന്റ് ഫാദർ ഇമ്മാനുവേൽ മടുക്കക്കുഴി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു. മലയാളി മങ്ക, മലയാളി ശ്രീമാൻ, മഹാബലി മത്സരങ്ങൾ നടത്തപ്പെട്ടു. സ്കൂൾ വരാന്തയിൽ കുട്ടികൾ ഒന്നുചേർന്ന് മനോഹരമായ പൂക്കളങ്ങൾ നിർമ്മിക്കുകയും PT അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിഭവസമൃദ്ധമായ ഓണസദ്യ ഒരുക്കുകയും ചെയ്തു. LP UP കുട്ടികൾ സംയുക്തമായി അവതരിപ്പിച്ച മെഗാ തിരുവാതിര ആഘോഷങ്ങൾക്ക് മികവ് കൂട്ടുന്നതായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം കുട്ടികളുടെ വിവിധ കായിക മത്സരങ്ങളും നടത്തപ്പെട്ടു. ക്രിസ്മസ് ആഘോഷം. 2025 ഡിസംബർ 23 സ്കൂളിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിക്കപ്പെട്ടു. കരോൾ ഗാന മത്സരം, ഉണ്ണിക്കുറി സമ്മാന വിതരണം, ക്രിസ്മസ് കേക്ക് വിതരണം എന്നിവയോടെ ആഘോഷ പരിപാടികൾ ഗംഭീരമായി നടത്തി. പഠനയാത്ര. കുട്ടികളുടെ ശാരീരികവും മാനസികവുമായ ഉല്ലാസത്തെയും അറിവ് സമ്പാദനത്തെയും മുൻനിർത്തി ഈ വർഷത്തെ പഠനയാത്ര വിജയകരമായി നടത്തപ്പെട്ടു. ക്ലബ്ബുകൾ. വിവിധ വിഷയങ്ങളുമായും അനുബന്ധ പാഠ്യേതര പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ട് ക്ലബ്ബുകൾ സജീവമായി പ്രവർത്തിക്കുന്നു. ശാസ്ത്ര ക്ലബ്ബ്, ഗണിത ക്ലബ്ബ്, സാമൂഹ്യശാസ്ത്ര ക്ലബ്ബ്, ഭാഷാ ക്ലബ്ബ്, എക്കോ ക്ലബ്ബ്, IT ക്ലബ്ബ്, വർക്ക് എക്സ്പീരിയൻസ് ക്ലബ്ബ്, ഹെൽത്ത് ക്ലബ്ബ് തുടങ്ങിയ ക്ലബ്ബുകളിലൂടെ ദിനാചരണങ്ങളും ഇതര സേവനങ്ങളും പ്രവർത്തനങ്ങളും നടത്തുന്നു. KCSL സംഘടന സജീവമായി സ്കൂളിൽ പ്രവർത്തിക്കുന്നു. വിവിധ പദ്ധതികൾക്ക് പുറമെ ഒക്ടോബർ മാസത്തിൽ 10 ദിവസത്തെ കൊന്ത നമസ്കാരം നടത്തുകയും സമാപനത്തോടനുബന്ധിച്ച് ജപമാല റാലിയും കുട്ടികൾക്ക് പായസ വിതരണവും നടത്തി. കലാകായിക പ്രവർത്തനങ്ങൾ. കായികശേഷി മെച്ചപ്പെടുത്തുന്നതിനായി പ്രത്യേക പരിശീലനങ്ങൾ കുട്ടികൾക്ക് നൽകി വരുന്നു. ശാരീരികവും മാനസികവുമായ ആരോഗ്യം മെച്ചമായി നിലനിർത്താൻ യോഗ, വിവിധ വ്യായാമ മുറകൾ, കായിക മത്സരങ്ങൾ എന്നിവ നടത്തപ്പെടുന്നു. വിവിധങ്ങളായ കായികമേളകളിൽ നമ്മുടെ കുട്ടികൾ മെച്ചപ്പെട്ട പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ട്. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്തങ്ങളായ കലാനൈപുണികൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പരിശീലനങ്ങളും മത്സരങ്ങളും നടത്തിവരുന്നു. കൂടാതെ വിവിധ തലങ്ങളിൽ നടത്തപ്പെട്ട കലോത്സവങ്ങളിൽ വ്യത്യസ്ത ഇനങ്ങളിൽ നമ്മുടെ കുട്ടികൾ പങ്കെടുക്കുകയും മെച്ചപ്പെട്ട ഗ്രേഡുകൾ കരസ്ഥമാക്കുകയും ചെയ്തു. പ്രവൃത്തി പരിചയ മേളയിൽ നമ്മുടെ കുട്ടികൾ ഉയർന്ന ഗ്രേഡുകൾ കരസ്ഥമാക്കി. വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത കുട്ടികൾക്കും പരിശീലനം നൽകിയ അധ്യാപകർക്കും പിന്തുണയേകിയ മാതാപിതാക്കൾക്കും ഹൃദ്യമായ നന്ദിയും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. പച്ചക്കറിത്തോട്ടം. സ്കൂളിനോട് ചേർന്ന് പച്ചക്കറി വിത്തുകൾ നടുകയും പരിപാലിക്കുകയും വിവിധ സമയങ്ങളിൽ വിളവെടുപ്പുകൾ നടത്തി കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുന്നു. LSS വിജയികൾ. 2024-2025 വർഷങ്ങളിലെ LSS പരീക്ഷയിൽ വിജയം കരസ്ഥമാക്കിയ ഡാരോൺ ടിക്സൺ, ദേവതീർത്ഥ സുധീഷ് എന്നിവർക്ക് ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കും. നന്ദി. ജ്ഞാനവെളിച്ചം പകർന്നുകൊണ്ടുള്ള കൊച്ചുതോവാള സെന്റ് ജോസഫ്സ് എന്ന ഈ വിദ്യാലയത്തിൻ്റെ
നാളിതുവരെയുള്ള ജൈത്രയാത്രയിൽ കരുതലേകിയ സർവേശ്വരന് കൃതജ്ഞതാഞ്ജലികൾ അർപ്പിക്കുന്നു. കരുതലോടെ ഞങ്ങളെ നയിച്ചുകൊണ്ടിരിക്കുന്ന കാഞ്ഞിരപ്പള്ളി രൂപത കോർപ്പറേറ്റ് മാനേജർ പെരിയ ബഹുമാനപ്പെട്ട ഡൊമിനിക് ഐലൂപ്പറമ്പിൽ അച്ഛന് സെന്റ് ജോസഫ് കുടുംബത്തിൻ്റെ ഹൃദ്യമായ നന്ദി അറിയിക്കുന്നു. ഇതുവരെയുള്ള യാത്രയിൽ താങ്ങും തണലുമായി കൂടെ നിന്ന മാനേജർമാർ, പ്രഥമാധ്യാപകർ, അധ്യാപകർ, അനധ്യാപകർ, മറ്റ് സ്റ്റാഫുകൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, PTA അംഗങ്ങൾ, രക്ഷിതാക്കൾ, മറ്റ് അഭ്യുദയകാംക്ഷികൾ എല്ലാവർക്കും ഹൃദയപൂർവമായ നന്ദി അറിയിച്ചുകൊണ്ട് 2025-2026 അധ്യയന വർഷത്തെ ഈ റിപ്പോർട്ട് നിങ്ങളുടെ മുൻപിൽ സാദരം സമർപ്പിക്കുന്നു.